ഗുഡ് മോർണിംഗ്. അവോക്കാഡോ ഇങ്ങനെ സ്ലൈസ് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബോയിൽഡ് എഗ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഫുൾ ഓണിയൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ചില്ലി, ലെമണും വെച്ചിട്ട് നമുക്ക് ഈ അവോക്കാഡോ ഒന്ന് സെറ്റ് ചെയ്യാം. ലെമൺ കട്ട് ചെയ്ത് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ അവോക്കാഡോ ആണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. ചോപ്പ് ചെയ്തിരുന്ന ക്യാരറ്റ്, പിന്നെ ചില്ലി, സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ലെമൺ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. മിക്സിങ്ങും കഴിഞ്ഞ് ഒലിവ് ഒഴിച്ചു കൊടുക്കുക. ഫിനിഷ്. ഈ ഒലിവും കൂടെ വെച്ചാണ്ടല്ലോ സാധനം പൊളിയാണ്, ക്ലാസ് ആവും. സംഭവം റെഡി ആയിട്ടുണ്ട്. എടുക്കട്ടെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക. ക്യാബേജിന്റെ ലീഫാണ്, അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. പൊട്ടാറ്റോ, ഓണിയൻ, ക്യാപ്സിക്കം, ചില്ലി, ഗാർലിക് ആൻഡ് ജിഞ്ചർ, ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അവിടെ നിന്ന് പൊട്ടിത്തെറിക്കടക്കാം. അപ്പം ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ അതിലോട്ട് ചേർക്കാം. സോ സ്പൈസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് പെപ്പറാണത്. ദെൻ മഞ്ഞൾപ്പൊടി ഇല്ലേ, ഇവനൊന്ന് ചേർത്ത് കൊടുക്കണം. മിന്റ് ലീഫ് പോലത്തെ സാധനം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ ഒന്ന് സ്പ്രെഡ് ആയി കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ടൂണ കുക്ക് ചെയ്തെടുക്കട്ടെ. കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ടൂണ കുക്ക് ചെയ്യാനാണ് ഏറ്റവും സിമ്പിൾ, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി കുക്ക്ഡ് ആണ്. സോ ഞാൻ സ്പൈസ് ചേർക്കുന്നത് ബ്ലാക്ക് പെപ്പർ ആൻഡ് സിനമൺ. സോൾട്ട് കുറച്ച് ഉള്ളൂ, ബിക്കോസ് ഇതിൽ ഓൾറെഡി സോൾട്ട് ആണ്. പിന്നെ കുറച്ച് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ പോർഷൻ ഓഫ് ചില്ലി, ഗാർലിക് വെച്ചിട്ട്. സോ സ്പൈസ് നമ്മൾ ആസ് യൂഷ്വൽ കേട്ടോ. പെപ്പർ ആൻഡ് സിനമൺ, ദെൻ ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ട്യൂണ ഇതിലേക്ക് ഇടാം. സോ ട്യൂണ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അവോക്കാഡോ മാജിക്. അപ്പോൾ ഇവനൊന്ന് ഫിനിഷ് ചെയ്തിട്ടാണ് പോയി കുളിക്കാനായിട്ട്. അപ്പോഴേക്കും അത് സെറ്റ് ആയിക്കോളും. വി ആർ ഡൺ. നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ട്, ചൂണയുണ്ട്, അവോക്കാഡോ സാലഡ് ഉണ്ട് വിത്ത് ബോയിൽഡ് എഗ്. റീസെന്റ് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാട്ടർ മെലൺ കട്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്, ബിക്കോസ് വാട്ടർ മെലൺ സീസൺ ആണ്. അപ്പം ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്യും. പിന്നെ ഇതിൽ കുറേ വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മുടെ കഴിച്ച ഫുഡ് ഒന്ന് സാറ്റിസ്ഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ ഇവനെ ഞാനൊരു ഫില്ലറായിട്ട് യൂസ് ചെയ്യും. ദെൻ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് ബൈ. സൈറ്റിൽ പോകണം.